കേറി പാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഒരു വീഡിയോ കാണാം. നിന്നെ ഇറക്കി വിട്ട് അതിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് അയാള് വേറെ പൂട്ടിട്ട് പെട്ടിയും പുല്ലും എടുത്ത് വെളിയിലെറിഞ്ഞ്. അത് ശരി. ഞാൻ അതെടുത്ത് എന്റെ മുറിയുടെ വാതിക്കൽ വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതെടുത്ത് അകത്ത് വെച്ചൂടായിരുന്നോ? അതിനെ പറ്റി കുറെ ചിന്തിച്ചു, എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. പെട്ടി അകത്തായാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തനിക്കൊരു കുടിയെടുപ്പ് അവകാശം വരും. അത് റിസ്കാ. കൃഷ്ണസ്വാമി ക്ലൈമാക്സ് കളിച്ചാച്ചേ, പ്രമാദமான ക്ലൈമാക്സ് കളിച്ചാച്ചേ. കണ്ടല്ലോ. ചോദ്യം ഇതാണ്, ഉദയഭാനു ഈ സീനിൽ ആരെയാണ് ഭാസ്കരേട്ടൻ എന്ന് വിളിക്കുന്നത്? എ ഇന്നസെന്റ്, ബി TP മാധവൻ, സി തിലകൻ. മാധവൻ ചേട്ടൻ ആണോ? കാരണം മറ്റു എത്ര രണ്ടുപേരും പ്രാവശ്യം ഈ സിനിമ ഉണ്ട്? ഞാനൊരു 3-4 പ്രാവശ്യം കണ്ടതാ. കാരണം മറ്റു രണ്ടുപേരും ഈ മൂവിയിലില്ല. ഇല്ല. TP മാധവൻ. ബി TP മാധവനെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഓക്കെ, എന്തോ ഒരു ആരോ ശല്യപ്പെടുത്തുന്ന തുടങ്ങി. എന്താണ് ഒന്ന് പറയോ പ്ലീസ്? എന്നെ ആരും ശല്യപ്പെടുത്തുന്നില്ല. ഉണ്ട് ഉണ്ട്, അത് സത്യമാണ്. എന്നെ ആരോ പാട്ട് പാടാനായിട്ട് ശല്യപ്പെടുത്തുന്ന പോലെ. പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് ഇപ്പം ശ്രീയുടെ ഞാനാണ്. പാട്ട് പാടാനല്ല, വേറെ എന്തോ ഒരാൾ ശല്യപ്പെടുത്തുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സോനയ്ക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ എന്തോ ഉണ്ട്. ഓട്ടെ, സാരമില്ല, പോകെ ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്ക് ടെൻഷനായി സത്യം. ഇത്രയും നാൾ അഭിനയിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? നരൻ. നരൻ ഇപ്പോഴും എനിക്ക് അപ്ലൗസ് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്. എവിടെ പോയാലും ആൾക്കാർ കുന്നുമേൽ ശാന്ത ഇങ്ങനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് ഈ സിനിമ കണ്ട വ്യക്തികൾ. ഇന്നലെയും കൂടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നരനെ പറ്റി പറഞ്ഞതാണ്. നരൻ എന്തുകൊണ്ടും എപ്പോഴും എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു നാഴികക്കല്ല്, ഒരു പ്രൊഫഷണൽ കരിയറിലെ ഒരു നാഴികക്കല്ലാണെന്ന് പറയാം. അപ്പോൾ എന്തായാലും ആ സിനിമയും ആ സിനിമയിലെ ആ കഥാപാത്രമാണ് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ജോഷി സാറിനെ പോലുള്ള ഒരു പ്രഗത്ഭനായ ഡയറക്ടർ, ലെജൻഡ്, പ്ലസ് ലാലേട്ടൻ, നമ്മുടെ എല്ലാവരുടെയും എന്താ പറയണ്ട മുത്ത്. ഒന്നും പറയാനില്ല. അദ്ദേഹത്തിനോടൊപ്പമൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത് കിട്ടിയത് എൻ്റെ മഹാഭാഗ്യം. ഒരുപാട് പടങ്ങളിൽ ചെയ്തിട്ടുണ്ട് മുന്നേയും, പക്ഷേ അതിന് എത്ര സിനിമയിൽ മോഹൻലാലുമായിട്ട് ചെയ്തിട്ടുണ്ട്? ലാലേട്ടനായിട്ട് ഒരു 5-6 മൂവീസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മമ്മൂക്കായിട്ട് കുറച്ചധികം ചെയ്തിട്ടുണ്ട്. പിന്നെ ആരൊക്കെയായിട്ട് ഹീറോസ്? സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ, അങ്ങനെ പഴയ എല്ലാ ആർട്ടിസ്റ്റോട് പുതിയ. ഞാനിപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു തരുന്നത്, ഏകദേശം 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ സജീവമായിട്ട് നിൽക്കുന്ന, അതായത് ഫീൽഡിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സോന. നന്നായിരിക്കട്ടെ. അപ്പം ഞങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, ഒരു പ്രസാദം അങ്ങോട്ട് തരും, അതുകൊണ്ട് സ്വീകരിക്കണം. ഓക്കെ, മറ്റേത് പോട്ടെ, ആരോ ശല്യപ്പെടുത്തുന്നത് ഞാൻ നോക്കിക്കൊള്ളാം. ഒരു പ്രസാദം ഞാൻ അങ്ങോട്ട് തരും. വാങ്ങിച്ചോളൂ. കയ്യിലെന്താണ്? ഇത് വാച്ചല്ലേ? ഇത് നോട്ടെ, സൂപ്പർ വാച്ചാണല്ലോ. ഇതിലേ ചില്ലില്ലേ, ഈ ചില്ല്, ഇതിട്ടിരിക്കുന്നത് എന്തിനാ? ചില്ലിട്ടിരിക്കുന്നത് വാച്ചിൽ ചില്ലിടുന്നത് അതിന് അല്ലല്ല, ആ ഒരു നീഡില് നമ്മുടെ കയ്യിൽ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാനാണ്. കവേർഡാണ്. അല്ലാതെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് കാണാൻ വിസിബിൾ അല്ലേ, ചില്ല് വിസിബിൾ ആണ്. നമ്മൾ വേറെ എന്തെങ്കിലും എന്നാണ് തോന്നുന്നത്. ആണോ? ഉറപ്പാണോ? ആയിരിക്കണോ? ചില്ലിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വിസിബിൾ ആകാനായിട്ട്. വിസിബിൾ ആകാൻ. അതല്ല, ഞാൻ പറഞ്ഞില്ലേ ആരോ പ്രശ്നം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞുതരാം. വാച്ചിൽ ചില്ലിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ സൂചി ഉണ്ടല്ലോ, ഓടി ഓടി വെളിയിൽ പോവാതിരിക്കാനാണ്. അയ്യോ, പിന്നെ സോന എന്തെന്ന് ചോദിച്ചു, വിസിബിൾ ആയിട്ട് കാണും. അങ്ങനെയാണ് ഇരുമ്പിന്റെ ഒരു തകിട് എടുത്തിട്ടാ മതിയായിരുന്നു. സൂചി ഓടുന്നത് സൂചി ഓടി ഓടി വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് തന്നെ കിടക്കണം. ഈ അറിവിന് നന്ദി ചേട്ടാ, പ്ലീസ്. എനിക്ക് കുറെ പേരെടുത്തത് പറയാനുണ്ട്.
ബി ടി പി മാധവനാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ടി പി മാധവൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. അഗൈൻ യു വാണ്ട് 2000 rupees. അത് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത് പഠിച്ചു പോയി. അതെ